ഹായ് ഫ്രണ്ട്സ്, നമ്മളിനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ BSc സ്ട്രീമിൻ്റെ MDC ഹിന്ദി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ PDF ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റി പ്രശ്നമുണ്ട്. പക്ഷേ ഞാൻ ഓരോ ക്വസ്റ്റ്യനും റീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിന് വേറെ വഴിയില്ല. ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഞാൻ റീഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നോക്കുക കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ BSc സ്ട്രീമാണ്. കേരൾക്ക സാംസ്കൃതിക് സൗന്ദര്യ എന്നാണ് പേപ്പറിൻ്റെ പേര്. അപ്പം മാക്സിമം 50 മാർക്സ് ആണുള്ളത്. 1.5 അവർ ആണ് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ളത്. ക്വസ്റ്റ്യൻ 3 പാർട്ടായി തിരിച്ചിട്ടുണ്ട്. 2 മാർക്കിൻ്റെ ആദ്യത്തെ പാർട്ട്, പിന്നെ വരുന്നത് 6 മാർക്കിൻ്റെയും പിന്നീട് ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 10 മാർക്കിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് നോക്കുക. ആദ്യത്തെ 2 പാർട്ടിൽ സീലിംഗ് ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻ നോക്കുക. നിമ്നലിഖിത പ്രശ്നവും കി ഉത്തർ ലിഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നാണ്. അതുപോലെ പ്രത്യേക പ്രശ്നിക്ക 2 അങ്ക് ഹേ എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻസിനും നമുക്ക് എത്ര ക്യാരീസ് 2 മാർക്സ് എന്നാണ് 2 മാർക്ക് ഉള്ളത്. അധികതം 16 അങ്ക് മിൽ സക്തേ ഹെ. നമുക്കിതിൽ നിന്ന് മാക്സിമം 16 മാർക്കാണ് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുക. അതാണ് ആദ്യത്തെ ബോൾഡ് ലൈനിൽ പറയുന്നത് കേട്ടോ. അതിൽ നമ്മൾ മനസ്സിലാക്കുക, 10 ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് എഴുതിയ 20 മാർക്കിലാണ് ടോട്ടൽ വേണ്ടത്. പക്ഷേ 16 മാർക്കാണ് ഈ സെഷനിൽ നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, 20 മാർക്കിനുള്ള ഉത്തരവും നമ്മൾ എഴുതുക. കാരണം എന്താ, അതിൽ നിന്ന് ഏതെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ബുദ്ധിമുട്ടില്ല. കാരണം 20 നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്താൽ 10 ക്വസ്റ്റ്യനും നോക്കും. വാല്യൂ ചെയ്യുന്ന ടീച്ചർ 10 ക്വസ്റ്റ്യനും നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൽ നിങ്ങൾ മുഴുവൻ ശരിയാണെങ്കിൽ ടോട്ടൽ നിങ്ങൾക്ക് റൗണ്ട് ചെയ്തിട്ട് 16 മാർക്ക് വരെ, 16 മാർക്കാണ് മാക്സിമം ഇടാൻ പറ്റുക, അതിട്ട് തരുവാണ് ചെയ്യല്. പക്ഷേ നിങ്ങളിതിൽ പല ക്വസ്റ്റ്യൻ അറിയുന്നതും അറിയാത്തതും ഉണ്ടാവാം. അപ്പോഴെന്താ, മാർക്ക് കുറയുന്നില്ല. 16 മാർക്ക് കറക്റ്റ് നോക്കിയിട്ട് നമ്മൾ എഴുതരുത്, മുഴുവൻ എഴുതുക. എന്നിട്ട് ബാക്കിയുള്ളതിന് കുറച്ചിട്ട് 16 മാർക്ക് അതിൽ തരുവാണ് ചെയ്യുക. നിർബന്ധമായിട്ടും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് പിന്നീട് ടെൻഷൻ അടിക്കേണ്ടതില്ല. എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവുന്നതിനനുസരിച്ച് മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് സീലിംഗ് ക്വസ്റ്റ്യൻ മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരൾ പിറവി കെ രൂപമേ കിസ് ദിൻ മനായ ജാത്താ ഹെ ഓർ ക്യോ. കേരളപ്പിറവി എന്നുള്ള രൂപത്തിൽ ഏത് ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നത്, എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. പേജ് നമ്പർ 17 നോക്കുക. 17ലാണ് പറയുന്നത്. 17ലുണ്ട്, അതുപോലെ 16ലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നവംബർ 1 നമ്മൾ കേരളപ്പിറവി ആഘോഷിക്കുന്നത്. അതുപോലെ 1 നവംബർ 1956 നമുക്ക് എന്ത് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളപ്പിറവി എന്നുള്ള രീതിയിൽ അന്നത്തെ ദിവസം നമ്മൾ ആഘോഷിക്കാൻ കാരണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, നമ്മുടെ മലബാർ, ത്രാവൻകൂർ, കൊച്ചിൻ എന്നൊക്കെ പറയുന്ന റിയാസത്ത് കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ അന്നാണ് എന്ത് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് ആൻസർ ചെയ്യണം കേട്ടോ. 1 വേർഡ് അല്ല, ഒറ്റ വേർഡിൽ ഉത്തരം എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. 2 മാർക്കിനുള്ള ആൻസർ നിങ്ങളെ ആൻസർ ഷീറ്റിൽ ഉണ്ടായാൽ മാത്രമേ 2 മാർക്ക് കിട്ടുള്ളൂ. 2 പോയിന്റ്സ് തൊട്ടിട്ട് 4 പോയിന്റ്സ് വരെ നിങ്ങൾക്ക് അതിൽ എഴുതാം കേട്ടോ. അങ്ങനെയാണ് മാർക്ക് ഇടുക. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. കേരള की वास्तुकला की വിശേഷതായും ക്യാ ക്യാ ഹെ. കേരളത്തിന്റെ വാസ്തുകലയുടെ വിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. വാസ്തുകല, അപ്പം നമ്മൾ അതും പഠിച്ചിട്ടുള്ളതാണ്. വാസ്തുകല എന്ന് പറയുമ്പോൾ ഇതിൽ പേജ് നമ്പർ 42-ൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. മിനിമം 4 പോയിന്റ്സ് എങ്കിലും എന്തായാലും എഴുതണം കേട്ടോ. ഇത് 2 മാർക്സിനായതുകൊണ്ട് പോയിന്റ് മാത്രം മതി, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ജൽവായു ആധാരിത് ഡിസൈൻ, ലക്കടി കാ പ്രയോഗ്, 4 കെട്ട് ശൈലി, അങ്ങനെ മന്ദിർ വാസ്തുകല, അങ്ങനെ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ PT ഉഷ കോൻ ഹെ. PT ഉഷ ആരാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 50 ആൻസർ ഉണ്ട്. PT ഉഷ നമുക്കറിയാം, എന്താ അത്ലറ്റ് ആണ് PT ഉഷ. അപ്പോൾ അത്ലറ്റിക്സ് ആണ് അവരുടെ മേഖല. അത് ആദ്യം എഴുതുക. ഫസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് ഭാരത് കി ഉടൻ പരി और പയ്യോളി എക്സ്പ്രസ്, ഇങ്ങനെ 2 പേരിൽ PT ഉഷ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഫ്ലൈയിങ് ഫെയറി എന്നാണ് ഉടൻ പരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പയ്യോളി എക്സ്പ്രസ് എന്ന മറ്റൊരു പേരുണ്ട്. ഈ 2 പേരിൽ അവർ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഭാരതീയ അത്ലറ്റിക്സ് കി ഏക് മഹാൻ ഹസ്തി, അതായത് ഭാരതീയ അത്ലറ്റിക്സിന്റെ ഒരു ലെജൻഡായിട്ട്, ഇതിഹാസമായിട്ട് PT ഉഷനെ കാണുന്നുണ്ട്. ഇതാണ് അതിൻ്റെ പോയിന്റ് വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. അക്ഷരലക്ഷ്യം കാര്യക്രമിനെ കുറിച്ചിട്ടാണ്. അക്ഷരലക്ഷ്യം കാര്യക്രം എന്താണെന്നാണ് ചോദിക്കുന്നത്. അക്ഷരലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള പ്രോഗ്രാം ആണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഒരുപാട് പ്രോഗ്രാംസിന് സാക്ഷരതാ മിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രോഗ്രാംസ് പഠിച്ചിട്ടുണ്ട്. അപ്പം പേജ് നമ്പർ 68ലാണ് അക്ഷരലക്ഷ്യം. അക്ഷരലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സാക്ഷരതാ കാര്യക്രമമാണ് കേട്ടോ. ലിറ്ററസി പ്രോഗ്രാം ആണ്, സാക്ഷരത റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് 68ൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പേര നോക്കുക. അതിൽ ജോ അഭീബി കിസി കാരൺ നിരക്ഷര ഹെ, ഇതിന്റെ സാക്ഷരതാ കാര്യക്രമമാണെന്ന്. അത് ഇപ്പോഴും എന്തെങ്കിലും കാരണവശാൽ
വിദ്യാഭ്യാസം ഇല്ലാത്ത നിരക്ഷരരായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മെയിനായിട്ടും മാർജിനലൈസ്ഡ് പീപ്പിൾ, അതായത് ആദിവാസി സമുദായ്, തടീയ ക്ഷേത്രോം കെ ലോഗ് और മഹിള. അപ്പം ആദിവാസി പീപ്പിളിനും കമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ ഈ കോസ്റ്റൽ ഏരിയാസിലുള്ള ആൾക്കാർക്കും പിന്നെ ലേഡീസിനെയാണ്, അത്തരത്തിലുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെയാണ് ഈ ഒരു പദ്ധതി ഫോക്കസ് ചെയ്യുന്നത്. സാക്ഷരത നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തെയ്യം കാ പരിചയ ദീജിയെ എന്നുള്ളതാണ് 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പേജ് നമ്പർ 61 ഉള്ളത്. തെയ്യം മുന്നേയും വേറെ ഉണ്ട് കേട്ടോ, ഇതിപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട് ഈ പേജിൽ. പേജ് നമ്പർ 61 ഉള്ളത്. 61 തെയ്യം എന്ന് പറയുന്ന ഒരു ലോക പ്രദർശൻ കല എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ജോ കേരളക്ക് ഉത്തരി ജില്ല, അതായത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിട്ടാണ് തെയ്യം ഉള്ളത്. ഇത് പിന്നെ ഒരു ധാർമ്മിക് അനുഷ്ഠാനാണ് എന്നുള്ളത് എഴുതുക. ധാർമ്മിക അനുഷ്ഠാനാണ്. പിന്നെ ജിസ്മേ കലാകാർക്കോ ദൈവീയ രൂപം മാനാ ജാത്താ ഹെ, മറ്റുള്ള കലകളിൽ നിന്നും വ്യത്യാസമായിട്ട് ഡിവോഷണൽ ആയിട്ട് കേട്ടോ ഒരു ദൈവീയ രൂപം കലാകാരന്മാരിൽ കാണുന്നുള്ളതും കൂടെ എഴുതുക കേട്ടോ, തെയ്യം എന്നുള്ള കല. നെക്സ്റ്റ് എന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പൻ കോൻ ഹെ, ഉൻകി പ്രമുഖ രചനായും കോൺസി ഹെ. നിങ്ങൾ 4 പേരെയും പഠിച്ചോളൂ കേട്ടോ. ഇവിടെ ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചിട്ടാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ മെയിൻ ആയിട്ടുള്ള രചനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വരുന്ന പേജ് നമ്പർ 23 ആൻസർ ഉള്ളത് കേട്ടോ, പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചിട്ട്. അപ്പൊ ഫസ്റ്റ് ലൈനിൽ തന്നെ ഉണ്ട് പണ്ഡിറ്റ് കറുപ്പൻ കവി, നാടകക്കാർ ഔർ സമാജ് സുധാരക ആണ്. കവിയാണ്, നാടകക്കാരനാണ്, അതുപോലെ തന്നെ സോഷ്യൽ റിഫോമർ ആണ്. അതാണ് അദ്ദേഹത്തിനെ കുറിച്ച് ആദ്യം പറയുന്നത്. പിന്നെ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, രണ്ടിനും ആൻസർ ചെയ്തത് കേട്ടോ. പണ്ഡിറ്റ് കറുപ്പൻ ആരാണെന്ന് ചോദിച്ചതിന് ഫസ്റ്റ് ലൈൻ എഴുതി, അതിനുശേഷം എനിക്ക് പ്രമുഖ രചന ഏതൊക്കെയാണ് പ്രമുഖ രചന. ജാതിക്കുമ്മി അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു രചനയാണ്. 23 അത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ 24 ഉണ്ട് കേട്ടോ. ജാതിക്കുമ്മി, അതുപോലെ തന്നെ എഡ്വേർഡ് വിജയം, ജാതിക്കുമ്മി, ആചാർ ഭൂഷണം, അതുപോലെ തന്നെ കേരളീ കൗതുകം, അതുപോലെയുള്ള 4-5 രചനകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതുക കേട്ടോ. രചനകൾ എല്ലാവരുടെയും ഇവർ 4 പേരുടെയും പഠിച്ചിട്ട് പോവുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുലശേഖർ രാജവംശിക്ക് ദേൻ ക്യാ ക്യാ ഹെ. കുലശേഖരൊക്കെ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്ന രാജവംശത്തിനെയാണ്. കുലശേഖർ നമ്മൾ സംഘം ചേർ ഒക്കെ പഠിച്ചതിന്റെ കൂട്ടത്തിലാണ് കുലശേഖർ രാജവംശം ഉണ്ടായിരുന്നത്. പേജ് നമ്പർ 13 കേട്ടോ പറയുന്നത്. കുലശേഖർ രാജവംശിക്ക് ദേൻ ക്യാ ഹെ, അവരെന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത് നമുക്ക് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ കുലശേഖർ രാജവംശത്തിനെ കുറിച്ച് പേജ് നമ്പർ 13 ഉണ്ട്. അപ്പൊ അതിൽ പറയുന്നത് എന്താ, ഇവർ കലാ സാഹിത്യ അവർ സാംസ്കൃതിക സംരക്ഷകരായിരുന്നു. കലയുടെയും സംസ്കൃതിയുടെയും മീൻസ് സാഹിത്യത്തിന്റെ ഒക്കെ സംരക്ഷകരായിരുന്നു. അതുപോലെ ഇവരുടെ കാലഘട്ടത്തിലാണ് എന്താ മന്ദിറോം കാ വികാസ് ഉണ്ടായിരുന്നത്, അതായത് അമ്പലങ്ങളുടെ വികാസം ഡെവലപ്മെന്റ് ഉണ്ടായത്. സുന്ദർ മന്ദിറോം കാ നിർമ്മാൺ കിയാ ഇവര് ഒരുപാട് വലുതും ബഡേ അതുപോലെ തന്നെ സുന്ദർ മന്ദിറൊക്കെ നിർമ്മിച്ചത് ഇവരുടെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ആർത്തിക് വികാസ് ഉണ്ടായിട്ടുണ്ട്, സാമാജിക ഒരു ആർത്തിക് വികാസ് ഒക്കെ ഇവരുടെ ഭരണ കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. നെക്സ്റ്റ് റെയിൻബോ ക്ലബ് കാ പരിചയ ദീജിയെ. 9th ക്വസ്റ്റ്യൻ റെയിൻബോ ക്ലബ്ബ്. റെയിൻബോ ക്ലബ്ബ് നമുക്കറിയാം, കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടത് LGBTQ കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയണത്. അതായത് LGBTQ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുടെ അവരുടെ ക്ഷേമത്തിനും വേണ്ടി അവരെ സംരക്ഷിക്കാനും പിന്നെ അവരുടെ അവകാശങ്ങളൊക്കെ നേടിക്കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ് റെയിൻബോ ക്ലബ്ബ് എന്നുള്ള പേജ് നമ്പർ 75 കേട്ടോ ഉള്ളത്. റെയിൻബോ ക്ലബ്ബ് एक ऐसा समूह है जो मुख्य रूप से LGBTQ+ समुदाय के लोगों के लिए समर्थन और समावेश का माहौल बनने का काम करता है. അതങ്ങനെ തന്നെ എഴുതിയാൽ മതി. അതായത് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഇതങ്ങനെ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എഴുതാട്ടോ. റെയിൻബോ ക്ലബ്ബൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പം അവരെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ ഇൻക്ലൂഷന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ് റെയിൻബോ ക്ലബ്ബ് എന്ന് പറയുന്നത്. ലാസ്റ്റ് 10th ക്വസ്റ്റ്യൻ കേരള की മസാല വിരാസത് के महत्वपूर्ण स्तंभ कौन से हैं. അപ്പം കേരളത്തിന്റെ എന്താ മസാൽ വിരാസത, പൈതൃകാണ് വിരാസത അല്ലെങ്കിൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം മസാൽ വിരാസതയുടെ മെയിൻ പില്ലേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. നമ്മള് മസാലകളെ കുറിച്ചിട്ടൊക്കെ ആദ്യമേ പഠിച്ചു വരുന്നുണ്ട്. ഇവിടെ ഇത് പേജ് നമ്പർ 33 കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ സ്പൈസസിന്റെ ഹെറിറ്റേജ് ആണ് ഇവിടെ പറയുന്നത്, പൈതൃകമാണ് പറയുന്നുണ്ട്. അതിന്റെ മെയിൻ സ്തംഭങ്ങൾ, പില്ലേഴ്സ്, തൂണുകൾ ആരൊക്കെയാണെന്നാ ചോദിക്കുന്നത്. നമ്മൾ മസാലകളുടെ രാജാ റാണി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കാലി മിർച്ച്, ഇലാച്ചി, ദാൽ ചീനി ഒക്കെയാണ് എന്ത് പറയുന്നത് മസാലകളുടെ സ്തംഭ് എന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ സെഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് പാർട്ട് 2 വരുന്നതാണ്. ഇതിൽ നോക്കുക നിമ്നലിഖിത പ്രശ്നോംക്ക് ഉത്തർ ലിഖിയെ പ്രത്യേക പ്രശ്നക്ക അങ്ക 6 ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇതിൽ നിന്ന് മാക്സിമം 24 കിട്ടുക, പക്ഷെ 5 ക്വസ്റ്റ്യൻ ഉണ്ട്.
അതുകൊണ്ട് നിങ്ങൾ 30 മാർക്ക് കിട്ടുന്ന രീതിയിൽ ആൻസർ അറ്റൻഡ് ചെയ്യാം. അപ്പം എന്നിട്ട് അതിൽ നിന്ന്, കാരണം നമുക്ക് കംപ്ലീറ്റ് മാർക്കും ഫുള്ളായിട്ട് കിട്ടണമെന്നില്ലല്ലോ. അപ്പോഴെന്താ, 24 മാർക്കോളം നിങ്ങൾ അത് എഴുതിയിൽ നിന്ന് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുക. ഏതെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കുറയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് സീലിംഗ് വരുന്നത് മാക്സിമം എല്ലാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് കൂടെ ഒന്നിച്ച് എഴുതി പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം സീലിംഗ് ഒഴിവാക്കി എഴുതി പോയിട്ട് ലാസ്റ്റ് ഉണ്ടാവുന്ന സമയത്തിൽ എസ്സേ കൂടെ കഴിഞ്ഞ്, ലോങ് എസ്സേയും കൂടെ കഴിഞ്ഞതിന് ശേഷം സീലിംഗ് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും എഴുതാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞത് ഇതിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സമാജ് സുധാരക് के रूप में ശ്രീനാരായണ ഗുരു के യോഗ്ദാൻ पर പ്രകാശ് ഡാലിയെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നമ്മൾ ടെക്സ്റ്റിൽ 4 പേരെയാണ്, 4 സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നവർ. 4 പേരെയും പഠിച്ചിട്ട് തന്നെ പോവാം. ഇപ്പോൾ ഇവിടെ ചോദിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ്. അത് വ്യക്തമായിട്ട് പേജ് നമ്പർ 21 തൊട്ടിട്ട് പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ നോക്കുക. പിന്നെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം, അവർ എവിടെയാണെന്നുള്ളത്, എവിടെയാണ് ജനിച്ചത് എന്നുള്ളതും, പിന്നെ പ്രവർത്തന മേഖലയും, പിന്നെ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യമൊക്കെ ഉണ്ട്. മുദ്രാവാക്യം പക്ഷേ ആരാ, ഒരു സ്ലോഗൻ പോലെയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥൻ എന്ന് പറയും കേട്ടോ. സഭി മനുഷ്യോം കെ ലിയെ ഏക് ജാതി ഏക് ധർമ്മ ഓർ ഏക് ഈശ്വർ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം മറക്കരുത്. പിന്നെ ഇദ്ദേഹം എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾക്ക് നൽകിയെന്നുള്ളതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഴുതുക. പിന്നെ ഈ ചോദ്യത്തിന് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് മാത്രമേ വേണ്ടൂ. അത് നിങ്ങൾ വായിച്ചെഴുതുക. പെട്ടെന്ന് പറഞ്ഞു പോവാണ്. കേരളക്ക് പര്യാവരൺ ആന്തോളനാണ് 12th ക്വസ്റ്റ്യൻ വരുന്നത്. പര്യാവരൺ ആന്തോളൻ, അതായത് പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടത്തിയിട്ടുള്ള മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അതാണ് പര്യാവരൺ ആന്തോളൻ എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ 86 ഇതിൻ്റെ ആൻസർ വരുന്നത്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുള്ള ഓർമ്മ വേണം. ഇപ്പോൾ ഇതിൽ വരുന്നത് പര്യാവരൺ ആന്തോളനിൽ രണ്ട് പോയിന്റ്, അതായത് സൈലന്റ് വാലി ഓർ പ്ലാച്ചിമട, ഇത് രണ്ടുമാണ് ആന്തോളനായിട്ട് നടന്നിട്ടുള്ളത്. മൂവ്മെന്റ്സ് നടന്നിട്ടുള്ളത് സൈലന്റ് വാലിയും അതുപോലെ തന്നെ പ്ലാച്ചിമട ആന്തോളനും കൂടിയാണ് കേട്ടോ. അപ്പം ഇത് രണ്ടും എഴുതണം. അപ്പം 6 മാർക്കിനാണ്. അത്യാവശ്യം എഴുതുക തന്നെ വേണം കേട്ടോ. നന്നേ ചുരുക്കരുത്. എന്നിരുന്നാലും രണ്ടും എഴുതാനുള്ളത് കൊണ്ട് മെയിൻ പോയിന്റ്സ് വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതുക. അപ്പം സൈലന്റ് വാലി ആന്തോളൻ എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, ജൽവിദ്യുത് പരിയോജന അത് വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, സൈലന്റ് വാലി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഹൈഡ്രോ ഇലക്ട്രോണിക് പ്രൊജക്റ്റ് വരുന്നു എന്നുള്ള അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായി ഗവൺമെന്റിന്. അപ്പോൾ ആ സമയത്ത് തന്നെ അത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിനെ, അവിടെയുള്ള ആ പ്രഷ്യസ് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റിനെ തകർക്കും എന്നുള്ള ഒരു അവസ്ഥ വന്നു. അങ്ങനെയാണ് എല്ലാവരും കൂടി യുണൈറ്റ് ചെയ്തിട്ട് ഇതിനെതിരെ പ്രതികരിച്ചത്. അങ്ങനെ ആ ഒരു പ്രൊജക്റ്റ് ഡ്രോപ്പ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് സൈലന്റ് വാലി ആന്തോളനിൽ വരുന്നത്. പിന്നെ പ്ലാച്ചിമട ആന്തോളൻ എന്ന് പറയുന്നത് സെയിം പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. പാലക്കാട് ജില്ലയിൽ നിന്ന് പ്ലാച്ചിമട എന്നുള്ള ഒരു ഗാവിലാണ് നടക്കുന്നത്. ഇയർ ഇത് 2002, മറ്റേത് 1970 ആണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞത് കൊക്കക്കോള ഫാക്ടറിക്ക് എതിരെയായിട്ടാണ്. കൊക്കക്കോള ഫാക്ടറി വരുന്നതും, പിന്നെ അതുപോലെ തന്നെ അവർ ഈ അണ്ടർ വാട്ടർ ഭൂഗർഭ ജലം ഉണ്ടല്ലോ അത് വലിച്ചെടുക്കുന്നതും, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് വെള്ളമില്ലാത്തൊരവസ്ഥയും കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആ നാട്ടിൽ വന്നു. അങ്ങനെ അതിനെതിരെയായിട്ട് ആദിവാസി മഹിളയായിട്ടുള്ള മൈലമ്മയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു ആന്തോളൻ നടക്കുന്നത് കേട്ടോ, പ്ലാച്ചിമട ആന്തോളൻ. പിന്നീട് ആ കമ്പനി, കൊക്കക്കോള കമ്പനി പൂട്ടിപ്പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് അതിൽ വരുന്നത്. കേരള പാരമ്പരിക് വാദ്യയന്ത്രാണ് നെക്സ്റ്റ്. പേജ് നമ്പർ 40 വരുന്നത്. സിമ്പിൾ ആണിത്. ചെണ്ടയും തുടിയാണ് മെയിൻ ആയിട്ട് കേരള പാരമ്പരിക് വാദ്യയന്ത്രം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത്. ചെണ്ടയും തുടിയും നമുക്ക് നന്നായിട്ട് അറിയാവുന്ന 2 കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല നോട്ട് തന്നെയുണ്ട്. ചുരുക്കിയിട്ടുമാണ്, ഡീറ്റെയിൽ ആയിട്ടെന്ന് പറഞ്ഞാൽ വേണ്ട കാര്യങ്ങൾ മാത്രം തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് 6 മാർക്കിന് സുഖമായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. അതൊന്ന് നോക്കുക. പേജ് നമ്പർ 40 and 41 കേട്ടോ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള കലാത്മക് വിരാസത് പർ പ്രകാശ് ഡാലിയെ എന്നുള്ളതാണ്. കലാത്മക് വിരാസത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലാപരമായിട്ടുള്ള പൈതൃകത്തിനെ കുറിച്ചിട്ടാണ്, ആർട്ടിസ്റ്റിക്കൽ ആയിട്ടുള്ള ഹെറിറ്റേജിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് എന്നുള്ളത് പേജ് നമ്പർ 63 ഇതിൽ വരുന്ന നമ്മൾ മ്യൂറൽ ആർട്ടൊക്കെ ഇല്ലേ, കേരളക്ക് ഭിത്തി ചിത്ര, അതിനെക്കുറിച്ചിട്ട് എഴുതാം. പിന്നെ ധൂളി ചിത്ര, പിന്നെ രാജാ രവിവർമ്മയുടെ പെയിന്റിങ്സ്, അത്തരം കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. കേരളക്ക് കലാത്മക് വിരാസത് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിൽ പേജ് നമ്പർ 63 നോക്കുക. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചുരുക്കി എഴുതിയാൽ മതി. 6 മാർക്കിന് എന്നുള്ള രീതിയിൽ
എഴുതുക കേട്ടോ. നെക്സ്റ്റ് കേരൾ കലാമണ്ഡലം കാ പരിചയ് ദീജിയെ. കേരള കലാമണ്ഡലത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സിമ്പിളായിട്ട് മുന്നേ പഠിച്ചിട്ടുള്ളതാണ് കേരള കലാമണ്ഡലം എന്ന് പറയുന്നത്. പേജ് നമ്പർ 45-ലാണുള്ളത്. അതായത് കേരള കലാമണ്ഡലം എവിടെയാണെന്നുള്ള കേരള കലാമണ്ഡലത്തിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പം കേരള കലാമണ്ഡലം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഇത് തൃശ്ശൂരാണ് നമുക്കറിയാം. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. അതുപോലെ തന്നെ സ്ഥാപകരായിട്ട് വരുന്നത് കവി വള്ളത്തോൾ നാരായണ മേനോനും അതുപോലെ തന്നെ മണക്കുളം മുകുന്ദരാജ എന്നുള്ള 2 പേരുടെ പേര് മറക്കരുത്. പിന്നെ 1930-ലാണ് ഇയർ നോക്കുക. പിന്നെ കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളല്, മൃദംഗം, ചെണ്ട അങ്ങനെയുള്ള എന്താ പറയാ ആർട്സ് അതുപോലെ തന്നെ വാദ്യയന്ത്രങ്ങളൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ പെർഫോമിംഗ് ആർട്സും ഇതുപോലെയുള്ള വാദ്യയന്ത്രങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ് ഇവിടെ. പിന്നെ കേരളത്തിലെ ശാസ്ത്രീയ കലകളുടെ സംരക്ഷണവും അത് പഠിപ്പിക്കുക, അതിന്റെ ശിക്ഷ, അതായത് എഡ്യൂക്കേഷൻ, അത്തരം കാര്യങ്ങളാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പേജ് നമ്പർ 45-ലുണ്ട്. റീഡ് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് സെഷനാണ് 10 മാർക്കിന്റെ എസ്സേ. ഇതിൽ വ്യക്തമായിട്ട് ഇത് ഹെഡിങ് കൊടുത്ത് നോക്കുക. നിമ്നലിഖിത പ്രശ്നോ മേസെ കിസി ഏക പ്രശ്ന കാ ഉത്തർ ലിഖിയേ. മറ്റൊന്നിലും കൊടുക്കാത്ത പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കിസി ഏക പ്രശ്ന. ഏക പ്രശ്നം എന്ന് കണ്ട ഉറപ്പിച്ചോ. 2 എഴുതിയ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാല്യൂ ചെയ്യുമ്പോൾ മിസ് നോക്കില്ല കേട്ടോ. നിർബന്ധമായിട്ടും പറയാണ്, വാല്യുവേഷന് പോകുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ മാത്രമേ ഏതാണോ കുട്ടി എഴുതിയത് അത് ആദ്യം എഴുതിയത് അത് നോക്കാനാണ് പറയുക. അതുകൊണ്ട് തന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കിസി ഏക പ്രശ്നക്ക, ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതിയാൽ മതി. ആ ക്വസ്റ്റ്യന് 10 മാർക്ക് വെച്ചിട്ടാണ് കിട്ടുക. അപ്പോൾ 16th ക്വസ്റ്റ്യൻ ത്യോഹാർ പര്യടൻ और തീർത്ഥ പര്യടൻ पर പ്രകാശ് ഡാലിയെ. രണ്ടും എഴുതണം കേട്ടോ. 10 മാർക്കിന്റെ എസ്സി ആണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ എഴുതണം കേട്ടോ. പേജ് നമ്പർ 29-ലായിട്ട് ത്യോഹാർ പര്യടനും അതുപോലെ തന്നെ പേജ് നമ്പർ 31-ലായിട്ട് തീർത്ഥ പര്യടനും ഉണ്ട്. അപ്പൊ ത്യോഹാർ പര്യടനം നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, നമ്മൾ പര്യടൻ എന്ന് പറഞ്ഞാൽ ടൂറിസം ആണ് കേട്ടോ. ടൂറിസത്തിനെയാണ് പര്യടൻ എന്ന് പറയുന്നത്. അതെന്താ, ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിട്ടുള്ള ടൂറിസത്തിനെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. അപ്പൊ ഈ ഫെസ്റ്റിവൽ ടൂറിസം എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. മെയിനായിട്ട് തൃശ്ശൂർ പൂരത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. തൃശ്ശൂർ പൂരം അത് കാണാൻ വരുന്ന ആൾക്കാർ, അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. അതുപോലെ തന്നെ വരുന്ന ത്യോഹാർ ഉത്സവത്തിൽ വരുന്നതാണ് നെഹ്റു ട്രോഫി, വള്ളംകളി. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. തൃശ്ശൂർ പൂരം, നെഹ്റു ട്രോഫി, വള്ളംകളിയാണ് ത്യോഹാർ പര്യടനിൽ വരുന്നത്. പിന്നെ തീർത്ഥ പര്യടൻ, അതായത് നമുക്ക് തീർത്ഥാടനം എന്ന് കേട്ടിട്ടില്ലേ, അതാണ് തീർത്ഥ പര്യടനായിട്ട് റേറ്റ് ചെയ്ത് വരുന്നത്. ഗുരുവായൂർ ടെമ്പിൾ ആണ്, ഗുരുവായൂർ മന്ദിറിൽ. അതിലും പറയുന്നുണ്ട് എന്താ, നമുക്ക് ഗുരുവായൂർ മന്ദിറിനെ കുറിച്ച് ഇതിൽ തന്നതും ഇതിലധികവും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതിലൊന്ന് നോട്ട് ചെയ്യുക, ദക്ഷിൺ കാ ദ്വാരക എന്ന് ഗുരുവായൂർ മന്ദിറിനെ പറയുന്നുണ്ട് കേട്ടോ. ദക്ഷിൺ കാ ദ്വാരക. അതുപോലെ തന്നെ മൂർത്തി ഗുരുവായൂരപ്പനാണെന്ന് പറഞ്ഞു. ഗുരുവായൂർ മന്ദിറിലെ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ദിവസം തന്നെ 200-ലധികം കല്യാണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കല്യാണങ്ങൾക്ക് പേര് കേട്ടതാണ് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന കല്യാണങ്ങൾ. അതുപോലെ തന്നെ ചോറൂണ്, ആദ്യമായിട്ട് കുട്ടിക്ക് ചോറൂണ്, പെഹല ചാവൽ ഗിലാന, അത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് എഴുതുക. പിന്നെ പർദേശി സിനഗോഗിനെ കുറിച്ചിട്ട് എഴുതുക. പിന്നെ അതിനെ കുറച്ചുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. ഈ 2 തീർത്ഥപര്യടനത്തിൽ ഗുരുവായൂർ ടെമ്പിളും പർദേശി സിനഗോഗും ആണ് കേട്ടോ നമുക്ക് തന്നിട്ടുള്ളത്. അത് രണ്ടും നോക്കുക. പേജ് നമ്പർ 29-ലും 31-ലായിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 17, ഒരു വടക്കൻ വീരഗാഥ ഫിലിം കാ സാരാംശ് ലേക്കർ ഉൻകാ വിശ്ലേഷൺ കീജിയെ. അപ്പൊ നമുക്ക് ഇവിടെ ആകെ പഠിക്കാനുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു വടക്കൻ വീരഗാഥയാണ്. പേജ് നമ്പർ 52-ലായിട്ടാണ് സിനിമയെ കുറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ചാപ്റ്റർ 10th ആണ് കേട്ടോ. അതങ്ങനെ തന്നെ ഒന്ന് നോക്കുക. അതിൽ സിനിമയെ കുറിച്ചിട്ട് എഴുതാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ സ്റ്റോറി ലൈൻ ഒന്ന് പഠിച്ചു നോക്കുക. അതിന്റെ കൂടെ തന്നെ എന്താ, സിനിമ ഡയറക്റ്റ് ചെയ്തത് ആരാണെന്നുള്ളതും, സാരാംശം എന്ന് പറയുമ്പോൾ അതിന്റെ സമ്മറി എഴുതിയിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. സമ്മറിയും അതിന്റെ അനാലിസിസും ആണ് ഇതിൽ വരിക. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് പേജ് നമ്പർ 52-ലും 53-ലും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടർ നെയിം, ഇതിൽ പറയുന്ന ക്യാരക്ടേഴ്സിന്റെ റോള് അവതരിപ്പിച്ചത് ആരാണെന്നുള്ളത്, അതായത് മമ്മൂട്ടിയൊക്കെ വരുന്ന മമ്മൂട്ടി, സുരേഷ് ഗോപി അങ്ങനെ മെയിൻ ക്യാരക്ടേഴ്സിനെയും നോക്കുക. പിന്നെ ഇതിലുള്ള ചന്തു അതുപോലെയുള്ള ക്യാരക്ടറെല്ലാം, അതായത് റോൾസ് ഏതൊക്കെയാണ് റോൾ, അത് വരുന്ന പേര്, ഇതിന്റെ സിനിമ റിലീസ് ചെയ്ത ഇയർ, പിന്നെ അത് റൈറ്റർ ആരാണ്, അതുപോലെ തന്നെ ഇതിന്റെ മറ്റേ എന്താ പറയാ നിർദ്ദേശകൻ എന്നാണ് കേട്ടോ ഡയറക്ടറിനെ പറയാ, നിർദ്ദേശക ആരാന്നുള്ളതൊക്കെ നോക്കുക. സിനിമയുടെ ഒരു സമ്മറി എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയുന്ന ഒരു ആയോധന കലയാണ്, മാർഷൽ ആർട്സ് ആണ് കളരിപ്പയറ്റ്. കളരിപ്പയറ്റിനെ കുറിച്ചിട്ടും കൂടെ നോക്കുക കേട്ടോ.
അത്രയേ ഉള്ളൂ. അതൊരു 55, 56 വരെ ഇതിൽ പറയുന്നുണ്ട്. ക്യാരക്ടേഴ്സിന്റെ നെയിം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എല്ലാം കൂടി എഴുതാൻ നോക്കുക. ക്വസ്റ്റ്യൻ ഇത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സിമ്പിൾ ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.